ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ത് കിട്ടിയാലും അത് രാഷ്ട്രീയ ആയുധമാക്കുക എന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ നയമാണ്. അതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. നിലമ്പൂർ മണ്ഡലത്തിലെ വഴിക്കടവിൽ കാട്ടുപന്നിക്കുള്ള കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച വാർത്ത കേരളത്തെ ആകെ ഞെട്ടിച്ചു കഴിഞ്ഞു. അതിലേറെ ആ മരണത്തെ രാഷ്ട്രീയ കളിയാക്കുന്നതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. പത്രങ്ങളും ആ വഴിയിൽ തന്നെയാണ്. ദേശാഭിമാനിയും ചന്ദ്രികയും വീക്ഷണവും ജന്മഭൂമിയും ഒക്കെ അവരുടെ രാഷ്ട്രീയ സ്വഭാവം കാണിക്കുന്നുണ്ട്. അനാസ്ഥയുടെ ഷോക്കെന്ന് എഡിറ്റോറിയൽ എഴുതുകയാണ്, മുഖപ്രസംഗം എഴുതുകയാണ് ജന്മഭൂമി. അനാസ്ഥയുടെ ഷോക്കെന്ന്. നോട്ടപ്പിഴ നോവ എന്നാണ് ഒന്നാം പേജിൽ വീക്ഷണത്തിൻ്റെ തലക്കെട്ട്. രാഷ്ട്രീയ ഗൂഢാലോചന പൊളിഞ്ഞു, കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിലെന്ന് ദേശാഭിമാനിയും തലക്കെട്ട് നൽകി. അത് അവരവരുടെ രാഷ്ട്രീയ സ്വഭാവം പ്രകടമാക്കി. പക്ഷേ ചന്ദ്രിക ദിനപത്രം ഒരു പടി കൂടി കടന്ന് വനംവകുപ്പും KSEBയും ചേർന്ന് കൊന്നതാണെന്ന്, ആ ചെറുപ്പക്കാരനെ കൊന്നതാണെന്ന് തലക്കെട്ട് നൽകുന്നു. ഇങ്ങനെയാണ് രാഷ്ട്രീയ സ്വഭാവമുള്ള പത്രങ്ങളുടെ രാഷ്ട്രീയ വാർത്തകൾ. അത് പലതരത്തിലാണ് ആ കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഞാൻ അതിലേക്ക് വളരെ വിശദമായി പോകുന്നതിന് മുമ്പ് മനോരമയിലേക്കും മാതൃഭൂമിയിലേക്കും പോയി വരാം. കാരണം വാർത്തയിലേക്ക് ഒന്ന് കടന്ന ശേഷം രാഷ്ട്രീയ വാർത്തകളിലേക്ക്, രാഷ്ട്രീയ സ്വഭാവത്തിലേക്ക് കടന്നു പോകാമെന്ന് വിചാരിക്കുന്നു. മനോരമ വേട്ടക്കണിയിൽ നിന്ന് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം, ഷോക്ക് എന്നുള്ളതാണ് മനോരമയുടെ ഒന്നാം പേജിൽ മറ്റൊരു വലിയ വാർത്തയുണ്ട്. പക്ഷേ ആ വലിയ വാർത്തയ്ക്ക് താഴെയായിട്ട് ഈ വാർത്ത പ്രധാനമായി നൽകിയിട്ടുണ്ട്. അത് മന്ത്രിയുടെ നാവിൽ നിന്ന് ഗൂഢാലോചനാവാദം വിവാദമാകുന്നു. മന്ത്രി AK ശശീന്ദ്രൻ്റെ നാവിൽ നിന്നൊന്നാണ് ഗൂഢാലോചന, രാഷ്ട്രീയ ഗൂഢാലോചന നിലമ്പൂരിൽ ഉണ്ടായിട്ടുണ്ട് എന്ന വാദം അതൊരു വിവാദമായി മാറുന്നു. ലക്ഷ്യം ഉപതെരഞ്ഞെടുപ്പോ എന്നാണ് മന്ത്രി ശശീന്ദ്രൻ ചോദിച്ചത്. ലക്ഷ്യം ഉപതെരഞ്ഞെടുപ്പോ എന്നുള്ള ചോദ്യം പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നു. എന്തായാലും ആ വിദ്യാർത്ഥിയുടെ മരണം വലിയ ഷോക്ക് തന്നെയാണെന്ന് പത്രങ്ങൾ വളരെ വിശദമായി പറയുന്നു. മനോരമ 10-ാം പേജിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ആ വാർത്തയെ അതിൻ്റെ മനോരമയുടെ രാഷ്ട്രീയ സ്വഭാവത്തിലേക്ക് മാറ്റുകയാണ്. ഞാനത് സർക്കാർ വക കൊലയെന്ന് പ്രതിപക്ഷം, പഞ്ചായത്തിനെ പഴിച്ച് CPM എന്നാണ് 10-ാം പേജിൽ മനോരമ നൽകുന്നത്. നിലമ്പൂരിൽ പ്രധാന വിഷയമായ മനുഷ്യ വന്യജീവി സംഘർഷം. ഇതൊരു പക്ഷേ പത്രങ്ങൾക്ക് മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾക്കും വീണ് കിട്ടിയ ഒരു വിഷയമാണ്, ആയുധമാണ് എന്ന് തന്നെയാണ് ഈ പത്രവാർത്തകളിൽ നിന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ വായിച്ചാൽ മനസ്സിലാകുന്നത്. മാതൃഭൂമി മരണക്കെണി എന്നാണ് ഹെഡിങ് നൽകിയിട്ടുള്ളത്. മരണക്കെണി കുറച്ചും കൂടി പ്ലെയിനായിട്ട് വാർത്തയെ കുറച്ചും കൂടി വ്യക്തമാകുന്ന രൂപത്തിൽ, നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അതിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തെ മാറ്റിവെച്ചുകൊണ്ടാണ് 1-ാം പേജിൽ മാതൃഭൂമി വാർത്ത നൽകിയിട്ടുള്ളത്. സംഭവം വഴിക്കടവിലാണ്, കെണി വെച്ചയാൾ അറസ്റ്റിൽ. മരണത്തെ ചൊല്ലി നിലമ്പൂരിൽ രാഷ്ട്രീയ വാക്പോര് എന്ന് പറയുന്നു. കാട്ടുപന്നിക്കുള്ള കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു എന്നും കൂടിയാണ് മാതൃഭൂമി പറയുന്നത്. നാണക്കേടായി മരണ രാഷ്ട്രീയം എന്ന് മാതൃഭൂമി 9-ാം പേജിൽ വാർത്ത എഴുതിയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ വാർത്ത ഇതാണ് ശരിക്കും എഴുതേണ്ട വാർത്ത ഇത് തന്നെയാണ് എന്നാണ് കാണുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ ദേശാഭിമാനിയും വീക്ഷണവും ജന്മഭൂമിയും ചന്ദ്രികയും അടക്കമുള്ള പത്രങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടാൽ നേരെ പല കാര്യങ്ങളിലേക്ക് അതിൻ്റെ രാഷ്ട്രീയം വേറെ സ്വഭാവത്തിലേക്കാണ് പോകുന്നത്. ആളുകളെ പല രൂപത്തിൽ സ്വാധീനിക്കുന്നതാണ് അത്തരം വാർത്തകൾ. ആ പത്രങ്ങൾ വായിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ സ്വഭാവം ഒരുപക്ഷെ അതിനെ അനുകൂലിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് വിചാരിക്കും. പക്ഷേ നമ്മുടെ മറ്റു പത്രങ്ങളിലേക്ക് പോയാൽ അങ്ങനെ ആകാൻ പാടില്ല എന്നാണ് നമ്മളുടെ അഭിപ്രായം. നാണക്കേടായി മരണരാഷ്ട്രീയം എന്നാണ് മാതൃഭൂമി എഴുതുന്നത്. അതൊരു പക്ഷേ ശരിയാണ്. പഴിചാരുകയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും. രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് മന്ത്രി AK ശശീന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് മാതൃഭൂമി നൽകിയിട്ടുള്ളത്. പക്ഷേ നേരെ മറിച്ച് മനോരമ മന്ത്രിയുടെ നാവിൽ നിന്ന് ഗൂഢാലോചനാവാദം അത് വിവാദമാകുന്നു. മന്ത്രിയുടെ നാവിൽ നിന്ന് ഗൂഢാലോചനവാദം വിവാദമാകുന്നുവെന്ന് മനോരമ ആദ്യ പേജിൽ തന്നെ എഴുതുമ്പോൾ മാതൃഭൂമി നേരെ മറിച്ച് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് AK ശശീന്ദ്രൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായി നൽകുന്നു. മന്ത്രി ഉന്നയിച്ചത് ഹീനമായ ആരോപണമെന്ന് സതീശിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ലൈനിൽ നിന്ന് വൈദ്യുതി എടുത്തത് അനധികൃതമായി എന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി പറയുന്നുണ്ട്. അങ്ങനെ മാതൃഭൂമി ആ വാർത്തയെ വളരെ സമ്പുഷ്ടമായി അല്ലെങ്കിൽ വ്യക്തമായി സുവ്യക്തമായി എഴുതുന്നുണ്ട്. ആളുകൾക്ക് ആ രൂപത്തിൽ വായിച്ചാൽ മനസ്സിലാകുന്നതെന്ന് വേണം കാണാൻ. ഞാൻ മറ്റു പത്രങ്ങളുടെ കാര്യം നേരത്തെ പറഞ്ഞു. ഇനി കേരളകൗമുദിയിലേക്ക് പോയാൽ കേരളകൗമുദി ആ വാർത്തയെ കുറച്ചും കൂടി വൈകാരികമായിട്ടാണ് കാണുന്നത്. ഇനി പാട്ട് പാടാൻ അനന്തു വരില്ല. ആ വിദ്യാർത്ഥിയുടെ പേര് അനന്തു എന്നാണ്. അത് ആ പാട്ട് പാടാൻ അവൻ സ്കൂളിൽ കൂട്ടുകാർക്കൊപ്പം പാട്ട് പാടുകയും മീൻ പിടിക്കുകയും അങ്ങനെ വളരെ സൗഹൃദമൊക്കെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനാണ്, വിദ്യാർത്ഥിയാണ്. അവൻ മീൻ പിടിക്കാൻ പോകുന്നതിനിടെയാണ് മരിക്കുന്നതും അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നതും. അനന്തു ഇനി സ്കൂളിൽ വരില്ല, കൂട്ടുകാർക്കും അധ്യാപകർക്കുമായി പാട്ടുകൾ പാടില്ല. 10-ാം ക്ലാസ് വിദ്യാർത്ഥി അനന്തുവിൻ്റെ മരണത്തെ കേരളകൗമുദി കുറച്ചും കൂടി വൈകാരികമായി കാണുന്നു. ഉള്ളിൽ അത് രാഷ്ട്രീയ പോരെന്ന് കൂടി പറയുന്നുണ്ട്. രാഷ്ട്രീയ ഒരുപക്ഷെ മാതൃഭൂമിക്ക് സമാനമായി തന്നെ കേരളകൗമുദി എഴുതുന്നുണ്ട്. സുപ്രഭാതം പറയുന്നത് പന്നിക്കണിയിൽ പിടഞ്ഞു എന്നുള്ളതാണ്. അത് സ്ട്രൈറ്റ് ആയിട്ടുള്ള വാർത്തയാണ് സുപ്രഭാതവും പറഞ്ഞു പോകുന്നത്. നിലമ്പൂരിൽ അനധികൃത വൈദ്യുതി കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം എന്നാണ് സുപ്രഭാതം പറയുന്നത്. സുപ്രഭാതവും മാധ്യമമൊക്കെ ഏതാണ്ട് ആ ലൈനിൽ തന്നെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. മറ്റ് രാഷ്ട്രീയ പത്രങ്ങൾ എഴുതിയത് നമ്മൾ കണ്ടതാണ്. ഇനി പോകുന്നത് ഒരു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മളുടെ പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു ആരോപണം. ആ ആരോപണവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം വിശദീകരണം നൽകിയിരുന്നു. ആ വാർത്ത ഒരുപക്ഷെ ഇനി വരും ദിവസങ്ങളിലും വലിയ വാർത്തയായി മാറേണ്ടതാണ്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഒത്തുകളി നടന്നുവെന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയെന്നാണ് മനോരമ 9-ാം പേജിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വിവിധ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം ലേഖനം എഴുതിയ രാഹുൽ ഗാന്ധി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ മാച്ച് ഫിക്സിംഗ് നടന്നുവെന്ന ആക്ഷേപം ഉന്നയിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെയും വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷേ
കമ്മീഷൻ പറയുന്നത് ഇതുവരെയും രാഹുൽ ഗാന്ധി കമ്മീഷന് പരാതി നൽകിയിട്ടില്ല. പരാതി നൽകാതെ എങ്ങനെയാണ് കമ്മീഷൻ ഇക്കാര്യത്തിൽ നടപടിയെടുക്കുക എന്നാണ് കമ്മീഷൻ ചോദിക്കുന്നത്. ആ വാർത്തയാണ് മനോരമ നൽകിയിട്ടുള്ളത്. മാതൃഭൂമി ആ വാർത്ത നൽകിയിട്ടുണ്ട്. മാതൃഭൂമി 4-ാം പേജിൽ കുറച്ചും കൂടി വിശദമായിട്ട് ആ വാർത്ത നൽകുന്നുണ്ട്. അത് പരാതി നൽകിയാൽ മറുപടി എന്ന് കമ്മീഷൻ. അതായത് രാഹുൽ ഗാന്ധി ഇത്രയും വലിയ ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. ഏതാണ്ട് 5ഓളം വലിയ പോയിന്റ് ആയിട്ടുള്ള ആരോപണങ്ങളാണ് കമ്മീഷനെതിരെയും BJP സർക്കാരിനെതിരെയും ഒക്കെ ഉന്നയിച്ചിട്ടുള്ളത്. ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലാകാലങ്ങൾ ഏതാണ്ട് 10 വർഷമായി കോൺഗ്രസ് നിരവധിയായ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ആ ആരോപണങ്ങളുടെ തുടർച്ചയെന്ന് മാത്രമാണ് കമ്മീഷൻ ഇപ്പോഴും പറയുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലും വന്ന് വിമർശനം ഉന്നയിച്ചാൽ മാത്രം പോരാ, കമ്മീഷൻ ആദ്യം പരാതി നൽകണമെന്നാണ് കമ്മീഷൻ പറയുന്നത്. അതാണ് അതിലെ വാർത്ത. ആ വാർത്ത എല്ലാ പത്രങ്ങളും ഒരുപക്ഷെ ഈ നിലമ്പൂരിലെ വഴിക്കടവിലെ ഈ ദാരുണമായ മരണം ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ 1-ാം പേജിൽ വരേണ്ട വലിയ വാർത്തയായിരുന്നു എന്നുകൂടി പറയുന്നുണ്ട്. ഈ മറ്റൊന്ന് ഒരു കൗതുകമാണോ എന്നാൽ കൗതുകമാണ്, വേദനയുണ്ടോ എന്നാൽ വേദനയുണ്ട് എന്നൊരു വാർത്തയാണ്. അതിൽ സൗഹൃദവും എല്ലാം ഉള്ളൊരു ഒരു വാർത്തയിലേക്കാണ്, ഒരു മനോരമയുടെ 1-ാം പേജിലെ ഫോട്ടോയിലേക്കാണ്, ചിത്രത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അതിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: കുഴിയിൽ വീണ കിളികളാണ് നാം. ഇടുക്കിയിലെ ചെല്ലാർകോവിൽ മട്ടിന് സമീപം കടുക്കാസിറ്റിയിൽ ഏലത്തോട്ടത്തിലെ കുഴിയിൽ വീണ് 2 വയസ്സുള്ള ആൺകടുവയും നായും. ആ വാർത്ത ഇങ്ങനെയാണ്, വളരെ വിശദമായാണ്. നായയും കടുവയും കുഴിയിൽ വീഴുന്നു. പക്ഷേ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ 2 പേർക്കും കഴിയുന്നില്ല. അങ്ങനെ ആ കുഴിയിൽ വീണ് 2 പേരും ഏറെ നേരം കിടന്നു. ഒടുവിൽ വനംവകുപ്പ് എത്തി. പക്ഷേ വനംവകുപ്പ് എത്തി കടുവയെ വെടിവെച്ച് മയക്കുവെടി വെച്ച് കയറ്റാൻ ശ്രമിക്കുമ്പോൾ നായ കുരച്ച്, നായയുടെ കുര കൊണ്ട് കടുവ മയക്കുവെടിയിൽ മയങ്ങിയില്ല. പക്ഷേ ഒടുവിൽ അങ്ങനെ നായയെയും വെടിവെക്കേണ്ടി വന്നു. ആ കടുവയും നായയും, ഒരുപക്ഷെ കടുവയ്ക്ക് നായയെ കഴിക്കാമായിരുന്നു, അല്ലെങ്കിൽ കൊന്നു തിന്നാമായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. 2 പേരെയും വനംവകുപ്പ് രക്ഷപ്പെടുന്നു. അങ്ങനെ വളരെ രസകരമായൊരു വാർത്തയാണ്. അത് മനോരമ 1-ാം പേജിൽ ഫോട്ടോ ആയി നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ഉൾപേജിലേക്ക് പോകുമ്പോൾ മാതൃഭൂമി മാതൃഭൂമി ആ വാർത്തയെ പല രൂപത്തിലാണ് കാണുന്നത്. അത് ഞാൻ വളരെ വിശദമായി പറയാം അതിലേക്ക്. പക്ഷേ 4-ാം പേജിൽ മറ്റൊരു വാർത്ത കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ആ വാർത്തയിലേക്ക് പോകാം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പാറക്കെട്ടിൽ വീണ് മരിക്കുമായിരുന്ന ഒരു ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്തുന്നൊരു കഥ, അത് മഞ്ഞുമൽ ബോയ്സുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട്, മഞ്ഞുമൽ ബോയ്സിൻ്റെ കഥ നമുക്കറിയാം. കുഴിയിൽ ഗുണ കേവ്സിൽ വീണുപോയ ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്തുന്ന കുട്ടേട്ടൻ്റെ കഥയാണ്. മാതൃഭൂമിയുടെ ഹെഡിങ് ഇങ്ങനെയാണ്: ഉണക്കക്കമ്പിൽ തുടിച്ചു ജീവൻ, കുട്ടേട്ടനായി റോണിഷ്. അതായത് കഴിഞ്ഞ ദിവസം തമിഴ്നാട് മധുര സ്വദേശിയായ യുവാവ് രക്ഷപ്പെടുന്നു. നെടുങ്കണ്ടത്താണ് ഈ സംഭവം. അവിടെ രക്ഷപ്പെടുത്തിയത് റോണിഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. ഒരു ഉണക്കക്കമ്പ് നൽകിയാണ് റോണിഷ് രക്ഷപ്പെടുത്തുന്നത്. ഞാൻ ഈ മനോരമയിലെ കടുവയും നായയും കുഴിയിൽ വീണ വാർത്തയും ഈ റോണിഷ് രക്ഷപ്പെടുത്തുന്ന വാർത്തയും 2 പത്രങ്ങളിൽ, മനോരമയിലും മാതൃഭൂമിയിലും 1-ാം പേജിലും 4-ാം പേജിലുമായിട്ടുണ്ട്. ഈ രണ്ട് വാർത്തയും പിന്നെ ഒരു അധിക വാർത്തയും കൂടി, 3 വാർത്തകൾ ചേർത്തുകൊണ്ട് കേരള കൗമുദി 1-ാം പേജിൽ ഈ വാർത്തകൾ വിശദമായി നൽകിയിട്ടുണ്ട്. അതായത് കടുവയും നായയും വീണ് കിടക്കുന്ന മനോരമയുടെ ചിത്രം 1-ാം പേജിൽ മനോരമ നൽകിയതുപോലെ തന്നെ അതേ സ്ഥലത്ത് 1, 2, 3 കോളങ്ങളായി നൽകുന്നു. ഒപ്പം താഴെ വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങി അരമണിക്കൂർ രക്ഷപ്പെടുത്തിയതിന് ഒരു ഗ്രാഫിക്കൽ ചിത്രം കൂടി. നമുക്കറിയാം, മഞ്ഞുമൽ ബോയ്സ് കണ്ട ആളുകൾക്കെല്ലാം ആ ചിത്രം കണ്ടാൽ വേഗം കാര്യം മനസ്സിലാവും. ഒരു കൂട്ടം ചെറുപ്പക്കാർ മറ്റൊരു യുവാവിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റുന്ന ചിത്രം അതുകൂടി നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ തെങ്ങിൽ 1 മണിക്കൂർ, ഇന്നലെ കോഴിക്കോട് മുക്കത്ത് 1 മണിക്കൂറാണ് 65 വയസ്സ് ഉള്ള ആൾ തെങ്ങിൽ കുടുങ്ങിയത്. അദ്ദേഹത്തെയും രക്ഷപ്പെടുത്തുന്നു അഗ്നിശമന സേന. അങ്ങനെ 3 അപകടങ്ങൾ, ആ 3 അപകടങ്ങളും വലിയ ദുരന്തമില്ലാതെ, ദുരന്ത പര്യവസായിയാകാതെ ഒരുപക്ഷെ നല്ല രീതിയിൽ അവസാനിക്കുന്നു. 3 പേരും രക്ഷപ്പെടുന്നു, എല്ലാവരും രക്ഷപ്പെടുന്നു. അതിൽ കടുവയും നായയും രക്ഷപ്പെടുന്നു, 3 മനുഷ്യരും രക്ഷപ്പെടുന്നു. അങ്ങനെ ആ വാർത്ത 3 കേരളവും 1-ാം പേജിൽ സമഗ്രമായി ഒറ്റ സ്ട്രെച്ചിൽ നൽകിയിട്ടുണ്ട്. മനോരമയും മാതൃഭൂമിയും മാധ്യമവും ഒക്കെ പല പേജുകളായി വിന്യസിച്ചിരിക്കുന്നു. ആ വാർത്ത അങ്ങനെ നൽകി നന്നായി എന്ന് വേണം പറയാൻ. മറ്റൊന്ന്, ഇനിയുള്ളത് മാതൃഭൂമിയിൽ ഒരു വാർത്ത, അതായത് മറ്റ് പത്രങ്ങളില്ലാത്തൊരു വാർത്ത നമ്മൾ എല്ലാ ദിവസവും പറയാറുണ്ട്. മാതൃഭൂമിയിൽ ആ വാർത്ത നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 10-ാം പേജിലാണൊരു. പക്ഷേ പുതിയതായി വരുന്ന 4-ാം വർഷ ബിരുദ കോഴ്സുകൾ നമുക്കറിയാം ഡിഗ്രി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ആ 4-ാം വർഷ ബിരുദ കോഴ്സുകളിൽ കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകളിൽ പഠിക്കാൻ പോകുന്നത് വേടൻ, മൈക്കൽ ജാക്സൺ, റീൽസ്, മാതൃഭൂമി ആഴ്ച പോലെ ജീവനാശിനി, പിന്നെ ശബ്ദരേഖകളെക്കുറിച്ചും ഡോക്യുമെൻ്ററികളെക്കുറിച്ചും. അതായത് പഠിക്കാൻ പോകുന്ന പാഠപുസ്തകങ്ങൾ കോളേജ് വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്ന പുതിയ തലത്തിലേക്ക് പോവുകയാണ്. നമ്മൾ പഠിച്ച പോലെ എല്ലാ കാര്യങ്ങൾ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ 4-ാം സെമസ്റ്ററിലാണ് റാപ്പ് ഗായകൻ വേടൻ്റെ പാട്ട് ഉൾപ്പെടുത്തിയത്. കലാപഠനം, സംസ്കാര പഠനം എന്നിവയിൽ താരതമ്യത്തിൻ്റെ സാധ്യതകൾ എന്ന വിഷയത്തിലാണ് വേടൻ വരുന്നത്. ആ നിലയിലാണ് വേടൻ വരുന്നത്. അമേരിക്കൻ റാപ്പ് സംഗീതവുമായി മലയാളത്തിലെ റാപ്പ് സംഗീതത്തിനുള്ള താരതമ്യം അതിലാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ 4-ാം സെമസ്റ്ററിൽ വേടൻ പഠിക്കാനെത്തുന്നത്. വേടൻ്റെ പാട്ടും വരുന്നുണ്ട്. ഒപ്പം മൈക്കൽ ജാക്സൻ്റെ ദ ഡോണ്ട് കെയർ അസ് എന്ന പാട്ടും ഇതോടൊപ്പം താരതമ്യം ചെയ്യുന്നുണ്ട്. വലിയ താരതമ്യമാണ് മൈക്കൽ ജാക്സനെയും വേടനെയും തമ്മിലുള്ളത്. എന്തായാലും കാലിക്കറ്റ് സർവകലാശാല നടത്താൻ പോകുന്നത് ഒരു വലിയ അഭ്യാസമാണെന്ന് വേണം
വേണം കരുതാൻ. അതുമാത്രമല്ല മാതൃഭൂമിയുമായി ബന്ധപ്പെട്ട് റീൽസും മാതൃഭൂമി ആഴ്ചപ്പതിലെ ജീവനാശിനി എന്ന ഫോട്ടോ ഫീച്ചറും ഒക്കെ കണ്ണൂർ സർവകലാശാലയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. റീൽസൊക്കെ വരുന്നത് ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് വലിയ സന്തോഷമുള്ള കാര്യമായിരിക്കും. രാവിലെ ചെയ്യുന്ന കാര്യം വൈകിട്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കോളേജിൽ പോയി പഠിക്കുന്നു എന്നുള്ളത് നല്ല വാർത്തയാണ് മാതൃഭൂമി നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് ഇനി സ്പോർട്സാണ്. നമ്മൾ സാധാരണഗതിയിൽ സ്പോർട്സ് അങ്ങനെ എടുത്തു പോകാറില്ല. പക്ഷേ ഇന്ന് എടുത്തു പോകാതെ ഒരു നിർവാഹവുമില്ലാത്ത സ്ഥിതിയിലാണ് കാര്യങ്ങൾ. കാരണം ഫ്രഞ്ച് ഓപ്പൺ കിരീടം അൽക്കറാസ് പുരുഷ വിഭാഗത്തിൽ നേടുന്നു. ഒപ്പം തന്നെ കക്കോ ഗോഫ് അവരാണ് വനിതാ വിഭാഗത്തിൽ ഇത് നേടുന്നത്. രണ്ടുപേർക്കും വലിയ പ്രാധാന്യമുണ്ട്. ഈ രണ്ടുപേരും കിരീടം നേടുന്നത് ആദ്യ 2 സെറ്റുകൾ. അൽക്കറാസ് കിരീടം നേടുന്ന ആദ്യ 2 സെറ്റുകൾ ടെന്നീസ് അറിയുന്നവർക്ക് അറിയാവുന്നതാണ്, വളരെ വിശദമായി ഞാൻ വിശദീകരിക്കുന്നില്ല. ആദ്യ 2 സെറ്റുകൾ പരാജയപ്പെട്ട ശേഷം 3 സെറ്റുകൾ ജയിച്ചാണ് അൽക്കറാസ് കിരീടം നേടുന്നത്. അതൊരു പക്ഷേ വലിയൊരു അത്ര അധ്വാനമുള്ള കളി എന്ന നിലയിൽ, അത് മാത്രമല്ല കളിമൺ കോർട്ടാണ്. അതുകൊണ്ട് തന്നെ അൽക്കറാസിൻ്റെ വിജയം അഭിനന്ദനാർഹമാണ്. മറ്റൊന്ന് ഈ വനിതാ കിരീടം നേടിയ കൊക്കോ ഗോഫിനെ സംബന്ധിച്ചാണ്. കൊക്കോ ഗോഫിൻ്റെ വിജയം ഞാനൊന്ന് വായിക്കാം, മനോരമ എഴുതിയത് തന്നെ വായിക്കാം. ഒരുപക്ഷെ നിങ്ങൾ എവിടെ തുടങ്ങുന്നു എന്നതല്ല എവിടെ ഫിനിഷ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഈ പറഞ്ഞത് അമേരിക്കൻ എഴുത്തുകാരനായ സിഗ്ലറാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നാണ്, അമേരിക്കക്കാരിയാണ് കൊക്കോ ഗോഫ്. അൽക്കറാസ് സ്പാനിഷ് വീരനാണ്. അദ്ദേഹത്തിൻ്റെ ജയത്തെ വിശേഷിപ്പിക്കുന്നത് ഈ കാളക്കൂറ്റന്മാരോട് പൊരുതി ആദ്യം ഒന്ന് പതുങ്ങി നിന്ന ശേഷം, അതായത് ആദ്യ 2 സെറ്റുകൾ തോൽക്കുന്നു, അത് പതുങ്ങി നിന്ന ശേഷം പിന്നീട് തിരിച്ചടിച്ച് 3 സെറ്റുകൾ ജയിക്കുന്നു. അതങ്ങനെ ആ പതുങ്ങി നിൽക്കുന്ന കാളക്കൂറ്റിനെ കീഴ്പ്പെടുത്തുന്ന പോരാളിയുടെ വിജയമായിട്ടാണ് അൽക്കറാസിനെ വിശേഷിപ്പിക്കുന്നത്. അതേപോലെ തന്നെയാണ് കൊക്കോ ഗോഫിൻ്റെയും. അവരുടെ വിജയത്തെ ഒരു പക്ഷേ അവരുടെ മനസ്സിലുള്ള, അല്ലെങ്കിൽ അത് വലിയ പ്രചോദനമായി കൊണ്ടാണ് മനോരമ വാർത്ത എഴുതുന്നത്. നിങ്ങൾ എവിടെ തുടങ്ങുന്നു എന്നല്ല, ആദ്യം തോറ്റു പിന്നീട് 2 സെറ്റ് നേടി ജയിക്കുന്നു. അങ്ങനെ ആ സിഗ്ലറുടെ ആ എഴുത്തിനെ അല്ലെങ്കിൽ ആ വാക്കുകളെ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ഗ്രാൻഡ് സ്ലാം ഫൈനലിൽ ആദ്യ 2 സെറ്റ് നഷ്ടപ്പെട്ട ശേഷം 2 സെറ്റുകളും സ്വന്തമാക്കുന്നു. അത് US ഓപ്പൺ ഫൈനലിലും ഇങ്ങനെ തന്നെയായിരുന്നു. അവർ 2023 US ഓപ്പൺ ഫൈനൽ ജയിക്കുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ്. അങ്ങനെ 2 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടുന്നത് ആദ്യ സെറ്റ് തോറ്റ ശേഷം. ഞാനിത് ഇത്രയും പറയാൻ കാരണം വലിയ പ്രചോദനമാണ് നമുക്കെല്ലാവർക്കും. കാരണം പരാജയപ്പെട്ട് പിൻവാങ്ങിപ്പോകാതെ ഇനിയും മത്സരിച്ച് ജയിക്കാനുണ്ട് എന്ന വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ 2 പേരും നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അതുമാത്രമല്ല അവരുടെ കയ്യിൽ ഒരു എഴുത്തുകുത്തുണ്ടായിരുന്നു, ഞാൻ എപ്പോഴും ഈ കിരീടം നേടും. ഓരോ മത്സരശേഷവും അത് വായിച്ചുകൊണ്ടാണ് അവർ മത്സരത്തിന് ഇറങ്ങാറുള്ളത്. അങ്ങനെ എല്ലാ മത്സരവും ജയിക്കുന്നു, അവർ കിരീടത്തിലേക്ക് എത്തുന്നു. അത് ഒരുപക്ഷെ ഒരു വലിയ വിജയം, വലിയ വിശ്വാസം, വലിയ പ്രചോദനം എന്നുള്ളത് കൊണ്ടാണ് ഈ കായിക വാർത്ത എല്ലാ പത്രങ്ങളും, ഞാൻ മനോരമ മാത്രമേ എടുത്തിട്ടുള്ളൂ, എല്ലാ പത്രങ്ങളും അതിൻ്റെ അർത്ഥത്തിൽ തന്നെ, ആ അർത്ഥത്തിൽ തന്നെ 2 പേരുടെയും വിജയത്തെ നന്നായി തന്നെ നൽകിയിട്ടുണ്ട്. ഞാൻ എല്ലാ പത്രങ്ങളിലേക്കും വിശദമായി പോകുന്നില്ല. മാതൃഭൂമി, മാധ്യമവും ദേശാഭിമാനി അടക്കമുള്ള പത്രങ്ങൾ നന്നായി തന്നെ ഈ സ്പോർട്സ് വാർത്തയെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കാരണം അത് ലോകത്തെമ്പാടുമുള്ള ആളുകൾക്ക് വലിയ പ്രചോദനമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രസ് സ്റ്റോപ്പ് അവസാനിപ്പിക്കുന്നു.